എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ റാങ്കപ്പ് പുതിയതായിട്ട് മിഷൻ PYQ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷ എത്തുന്നവരെ അല്ലെങ്കിൽ പരീക്ഷയെ കേന്ദ്രീകരിച്ചുകൊണ്ട് LPSA UPSA പരീക്ഷകൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടും PSC മുൻ വർഷങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ള LP UP പരീക്ഷകളെ ആധാരമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നൽകിക്കൊണ്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് മിഷൻ PYQ എന്ന പേരിൽ റാങ്കപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും എക്സാമിനെ കേന്ദ്രീകരിച്ചുള്ള PYQ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അതിലൂടെ ലഭ്യമാകുന്നത്. എനിവേ, മിഷൻ PYQ സെഗ്മെന്റിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളും പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി, അതായത് DPEP. നെക്സ്റ്റ് എന്താണ്? സമഗ്ര ശിക്ഷ അഭിയാൻ SSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ആൻഡ് സർവ ശിക്ഷ അഭിയാൻ. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? 2002-2017 വരെ നടപ്പിലാക്കിയ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് വന്നതുമാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഒരു സംശയവും വേണ്ട, SSA ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ് SSA എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതായത് ആഗോള നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഭാരത സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടിയാണ്, വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിപാടിയാണ് SSA, സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയും എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ A, വിവിധ വിഷയങ്ങളെ ഉദ്ഗ്രഥിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം. B, ജാതി മത വർഗ സാംസ്കാരിക സാമൂഹിക വ്യത്യാസമില്ലാതെയുള്ള വിദ്യാഭ്യാസം. ഓപ്ഷൻ C, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസം. ഓപ്ഷൻ D, ആൺ പെൺ വിവേചനമില്ലാത്ത പൊതുവിദ്യാഭ്യാസം. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ഫോർ ആർക്ക് വേണ്ടി എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മെയിൻ സ്ട്രീം മുഖ്യധാര എഡ്യൂക്കേഷനെ വിളിക്കുന്ന പേരാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം കിട്ടിയല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം വന്നു കഴിഞ്ഞു. ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി എന്ത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ്: ആത്മസാക്ഷാത്കാരത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി, പ്രശ്ന പരിഹരണത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി, സർവദേശീയ വിദ്യാഭ്യാസ പദ്ധതി, തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. ഇതിൽ ഏതായിരിക്കും ചോദിച്ചിരിക്കുന്നത്? ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഇതിൽ ഏതാണ് വരാൻ ചാൻസ് ഉള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതിൽ ഏതായിരിക്കും പോസിബിലിറ്റി ആയിട്ടുള്ളത്? പോസിബിൾ ആയിട്ട് വരുന്ന ആൻസർ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം ഇതിൽ ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാം? ഒരു സംശയം വേണ്ട, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്, തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. അതായത് ഗാന്ധിജി തദ്ദേശീയമായിട്ടുള്ള വിദ്യാഭ്യാസ പരിപാടികൾക്ക് ഒരുപാട് ഊന്നൽ കൊടുത്തിരുന്നു. ആത്മവിശ്വാസത്തിലും ആത്മദർശനത്തിലും അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ പരിപാടിക്ക് പ്രാധാന്യം കൊടുത്ത ഒരാളായിരുന്നു നമ്മുടെ ഗാന്ധിജി. കൂടാണ്ട് 1937 ഗാന്ധിജി ഒരു വാർത്താ സ്കീം എന്ന് പറയുന്ന പദ്ധതിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അടിസ്ഥാന വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം രൂപീകരിച്ച ഒരു പദ്ധതിയായിരുന്നു 37 വാർത്താ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്താണോ വിലയിരുത്താൻ അത് തന്നെ വിലയിരുത്താൻ കഴിയുക? മുകളിൽ പരാമർശിച്ചത് സിദ്ധിശോധകത്തിന്റെ, അതായത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് സിദ്ധിശോധകം. ഏത് സവിശേഷതയാണ്? ഓപ്ഷൻ ശ്രദ്ധിച്ചേ. സാധുത, വസ്തുനിഷ്ഠത, വിശ്വാസ്യത, വിവേചനം. ഇതില് ഈ പറഞ്ഞ സംഭവം എന്താണ്? എന്താണോ വിലയിരുത്താൻ അതുതന്നെ വിലയിരുത്താൻ കഴിയുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ഏത് സവിശേഷതയിലായിരിക്കും അത് വരുന്നത്? അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ സാധുതയാണ്, വാലിഡിറ്റി ആണ് ഈ പറയുന്ന എന്താണോ വിലയിരുത്താൻ അത് തന്നെ വിലയിരുത്താൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ സിദ്ധിശോധകത്തിന്റെ സാധുതയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം നിലവിലുള്ള സ്കീം ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയ. ഓപ്ഷൻ ശ്രദ്ധിക്കുക. സ്വാംശീകരണം, സംയോജനം, ആയോജനം, മെച്ചപ്പെടുത്തൽ. ഇത് നമ്മൾ പഠിച്ചിരുന്നതാണ്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയിലേക്ക് പോവുക.
സ്വാംശീകരണം, സംയോജനം, ആയോജനം, മെച്ചപ്പെടുത്തൽ, ഇതിൽ ഏതായിരിക്കും? പുതിയ സാഹചര്യം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള സ്കീം ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്നതാണെങ്കിൽ ഒരു സംശയം വേണ്ട, അതിന്റെ ഉത്തരം സ്വാംശീകരണമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. എടാ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ട ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്വയമായിട്ട് ഓരോ ചോദ്യങ്ങൾക്ക് ദയവ് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതല്ല ആൻസർ വരട്ടെ, ആൻസർ കേൾക്കട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ കൂടെ പരമാവധി ശ്രമിക്കുക. ചോദ്യം ഇതാണ്: തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ നോക്കുക. വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ പാരമ്പര്യവും പര്യാവരണവും ഒരുപോലെ സഹായിക്കുന്നു. പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു. അനുകൂലമായ പര്യാവരണത്തിൽ പാരമ്പര്യമായ കഴിവുകൾ വികാസം പ്രാപിക്കുന്നു. പാരമ്പര്യം വികാസത്തിന്റെയും അടിത്തറയും പര്യാവരണം അതിന്റെ ഘടനയുമാണ്. ഇതിൽ ഏതായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ ബി ആണ്. പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള റോങ്ഫുൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന വീഡിയോസുകളും അതുപോലെ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ക്ലാസ്സുകളും ഇനി പ്രയോജനപ്പെടുത്തണം. കാരണം ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം കവർ ചെയ്യുന്ന വിധത്തിൽ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും മാക്സിമം ചാനലുകൾ പ്രയോജനപ്പെടുത്താനും അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ കൃത്യമായ രീതിയിൽ വാല്യൂ ചെയ്യാനും കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എനിവേ, താങ്ക് യു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.